ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരു നല്ല പുലർക്കാലം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നതിനാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഓരോ ദിവസവും മനസ്സ് പുതുക്കി ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം പ്രാർത്ഥനയിലൂടെ ആത്മീക ശക്തി നേടുക എന്നതാണ്. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. ആദ്യകാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഒന്നുകൂടി വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. ആദ്യകാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ദൈവവേല ചെയ്തിരുന്നപ്പോൾ അനുഷ്ഠിച്ചിരുന്നതായ ജീവിത രീതിയായിരുന്നു നിരന്തരമായ പ്രാർത്ഥന എന്നത്. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലൂടെ അവന്റെ ജീവിതം നിരന്തരം ദൈവാശ്രയമുള്ളതായി തീർന്നു. അതിനാൽ ദൈവിക സമ്പർക്കവും തുടർച്ചയായി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ തന്റെ ശുശ്രൂഷ പരാജയവും വീഴ്ചയും കളങ്കവും ഇല്ലാത്തതാക്കി തീർക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് ആ പ്രാർത്ഥന കൊണ്ട് സാധിച്ചു. തന്റെ മാനുഷികതയെ പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം ക്രിസ്തു അറിഞ്ഞിരുന്നു. നമ്മുടെ രക്ഷകനായ ക്രിസ്തു സ്വർഗീയ പിതാവുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് പ്രാർത്ഥിക്കുവാനായി തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം മലകളുടെ ഏകാന്തതയും നിർജ്ജന പ്രദേശങ്ങളും രാത്രിയുടെയും പുലർകാലത്തിന്റെയും നാഴികകളുമായിരുന്നു. പകൽക്കാല പ്രവൃത്തികൾ തീർത്ത ശേഷം സന്ധ്യതോറും നഗരത്തിലെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയി പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ തുടർന്നിരുന്ന അവസരങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ശേഷം നവോന്മേഷത്തോടെ ഊർജ്ജസ്വലനായി തിരികെ വരികയും ദിവസം മുഴുവൻ പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവരുടെ നശീകരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കി, ദുഃഖിതരെ ആശ്വസിപ്പിച്ചു, മരിച്ചവരിൽ ചിലരെ ജീവനിലേക്ക് മടക്കി വരുത്തി, നിരാശപ്പെട്ടവർക്ക് പ്രത്യാശയും ഉന്മേഷവും നൽകി കൊടുങ്കാറ്റിനെ ശാസിച്ചു. ഇങ്ങനെയൊക്കെയും യേശുക്രിസ്തുവിന് ദൈവിക ശക്തി ഉണ്ടായിരുന്നുവെങ്കിലും ക്രിസ്തു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. അപ്പോഴും സംഘർഷത്തിന്റെ നാഴികകൾ വരുമ്പോഴും ഒക്കെ യേശുക്രിസ്തു പിതാവിങ്കിലേക്ക് സ്വയം പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുമായിരുന്നു. ആ സമർപ്പണം അനുഗ്രഹത്തിന്റെയും ശക്തിയുടെയും ഉറവിടം ആയിരുന്നു. അവിടുന്ന് ശക്തമായ കരച്ചിലോടും കണ്ണീരോടും കൂടെ പ്രാർത്ഥിച്ചിരുന്നു. യേശു തനിക്ക് വേണ്ടി മാത്രമല്ല തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ യേശു മനുഷ്യരോട് ഏകഭാവം പ്രകടിപ്പിച്ചു. യേശുവിനെ പോലെ താഴ്മയോടെ ദൈവത്തിനായി കാത്തിരിക്കുകയും ദൈവകൃപയ്ക്കും വഴിനടത്തിപ്പിനുമായി വിശപ്പോടെ ജാഗരിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഫലപ്രദമായി പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത്. ശ്രദ്ധയോടെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആപ്തവാക്യം. ഒരു സത്യക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പ്രാർത്ഥനകൾ നിറഞ്ഞതായിരിക്കും. ഓരോ ദിവസവും നാം വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ നേരിടേണ്ടതുണ്ട്. പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ പ്രലോഭനങ്ങളിൽ നാം നിരന്തരം ആക്രമിക്കപ്പെടാം. അവിടെയൊക്കെയും നമുക്ക് അതിജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ, നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ശക്തമായ നിരന്തരമായ പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്ന ശക്തിയും കൃപയും കൊണ്ട് മാത്രമേ പ്രലോഭനങ്ങളെ നേരിടുവാനും കർത്തവ്യങ്ങളെ നിർവഹിക്കുവാനും നമുക്ക് കഴിയൂ. നമുക്ക് ഈ ഭൂമിയിൽ നേരിടേണ്ടി വരുന്ന പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും നേരിടുവാനും നമ്മുടെ സുവിശേഷ വേലയും കർത്തവ്യങ്ങളും നിർവഹിക്കുവാനും പിതാവായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ സ്തോത്രം. ഈ സുപ്രഭാതത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുലർക്കാലം അടിയങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. സ്തോത്രം. ഇന്നേ ദിവസം കർത്താവെ അടിയങ്ങൾ അങ്ങയുടെ സന്ധിയിലായിരിക്കും. കർത്താവെ വിലയേറിയ അനുഗ്രഹങ്ങളാൽ അടിയങ്ങളെ ഇന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. സ്തോത്രം. ഇന്നേ ദിവസം കർത്താവെ പലവിധ ആവശ്യങ്ങൾക്കായി ഹല്ലേലൂയ സ്തോത്രം, പലവിധ കാര്യങ്ങൾക്കായി വീട്ടിൽ നിന്നും കർത്താവ്യ സ്തോത്രം അടിയങ്ങൾ പോകുമ്പോൾ കർത്താവ്യ അവിടുത്തെ തിരുസാധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട് കർത്താവ്യ സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് കർത്താവ്യ സ്തോത്രം അവിടുത്തെ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പച്ച. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗ നന്മകളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേക കർത്താവ്യ സ്തോത്രം അടിയങ്ങൾ കർത്താവ്യ അങ്ങയുടെ സന്ധിയിലായിരിക്കുമ്പോൾ കർത്താവ്യ വിലയേറിയ വൻകൃപകളാൽ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം അടിയങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും മനസ്സ് പുതുക്കി കർത്താവെ അങ്ങയിലേക്ക് ആശ്രയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് അടിയങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്ന പച്ച കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.